നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ നഗരങ്ങളിലൊന്നായ ഗുജറാത്തിലെ അഹമ്മദാബാദിലേക്കും അവിടെ നിന്നും തലസ്ഥാനമായ ഗാന്ധിനഗറിലേക്കാണ് പോകാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ ഇത് എൻ്റെ ജോലി സംബന്ധമായ ഒരു വിസിറ്റ് ആയതുകൊണ്ട് തന്നെ അത്ര വലിയ ഇൻട്രസ്റ്റിംഗായി നിങ്ങൾക്ക് തോന്നുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും കണ്ട കാഴ്ചകൾ ഞാൻ ഒപ്പിയെടുത്ത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നൂറ്റാണ്ടുകളുടെ പഴക്കം ഉള്ള ഒരു സംസ്ഥാനം ആണ് ഗുജറാത്ത്. അത് എല്ലാ സംസ്ഥാനങ്ങളെയും പോലെ തന്നെ ചരിത്രപരമായ ഒരുപാട് കാര്യങ്ങളുള്ള ഒരു നഗരമാണ്. ഇവിടുത്തെ റോഡുകളും കാര്യങ്ങളും ഒന്നും പറയേണ്ട തന്നെയാണ്. 8 വരി പാതകളാണ് എണ്ണി. നമ്മൾ പഴയ നഗരത്തിലെയും പുതിയ സിറ്റിയിലൂടെയുമാണ് യാത്ര ചെയ്യുന്നത്. ആദ്യമേ ഞാൻ അവിടെ നിന്ന് നിന്ന സമയത്ത് തന്നെ പഴയ നഗരത്തിലൂടെയാണ് നമ്മൾ കടന്നു വന്നതെങ്കിലും അവിടെ നിന്നുള്ള വീഡിയോ എടുക്കാനുള്ള ആ ഒരു ടൈം കിട്ടിയില്ല. ആധുനികവും പുരാണ സംസ്കാരവും ഒരുമിച്ച് ചേർന്ന സ്ഥലങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കാം. അഹമ്മദാബാദ്. സബർമതിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അഹമ്മദാബാദ് 1411 സുൽത്താൻ അഹമ്മദ് ഷാ സ്ഥാപിച്ച നഗരമാണ്. ഗുജറാത്തിലെ ഏറ്റവും വലിയ നഗരമായ ഇത് ഒരു കാലത്ത് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായിരുന്നു. പിന്നീട് 1970 ഗുജറാത്തിൻ്റെ തലസ്ഥാനം അഹമ്മദാബാദിൽ നിന്നും ഗാന്ധിനഗറിലേക്ക് മാറ്റിയത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലും അഹമ്മദാബാദിന് വലിയ സ്ഥാനമുണ്ട്. അത് നിങ്ങൾക്കറിയാം. മഹാത്മാഗാന്ധി സ്ഥാപിച്ച പ്രശസ്തമായ സബർമതി ആശ്രമം ഇവിടെ തന്നെയാണുള്ളത്. ദണ്ഡിയാത്ര ഉൾപ്പെടെ നിരവധി സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് തുടക്കമായത് ഗുജറാത്തിൻ്റെ മണ്ണിലാണ്. ഒരു കാലത്ത് ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന അഹമ്മദാബാദ് തുണിത്തര വ്യവസായത്തിൻ്റെ കേന്ദ്രമായിരുന്നു. ഇന്ന് IT, വിദ്യാഭ്യാസം, സ്പോർട്സ്, അതുപോലെ തന്നെ വ്യവസായം എന്നിവയിൽ ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലൊന്നായി മാറിയിരിക്കുകയാണ് അഹമ്മദാബാദ്. അഹമ്മദാബാദിൽ നിന്ന് ഏകദേശം 23 കിലോമീറ്റർ അകലെയാണ് ഗുജറാത്തിൻ്റെ തലസ്ഥാനമായ ഗാന്ധിനഗർ. 1965 ആസൂത്രിതമായി നിർമ്മിച്ച ഈ നഗരം മഹാത്മാഗാന്ധിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. ഗുജറാത്ത് രൂപീകരണത്തിന് ശേഷം അഹമ്മദാബാദിലെ തിരക്ക് കുറയ്ക്കുന്നതിനും പുതിയ ഭരണകേന്ദ്രം സൃഷ്ടിക്കുന്നതിനുമാണ് ഗാന്ധിനഗർ സ്ഥാപിച്ചത്. ഇന്ത്യയിലെ വിശാലമായ റോഡുകളും സെക്ടർ അടിസ്ഥാനത്തിലുള്ള നഗരങ്ങളുടെ ആസൂത്രണവും ശുചിത്വവും ഈ നഗരത്തിൻ്റെ പ്രത്യേകതകളാണ്. പക്ഷെ കുറച്ച് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റികൾ അല്ലാത്ത സ്ഥലങ്ങളിൽ വൃത്തിയുടെ കാര്യത്തിലും അല്ലെന്നുണ്ടെങ്കിൽ ഗാർബേജ് ഡിസ്പോസലിൻ്റെ കാര്യത്തിലും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ചെറിയ വ്യത്യാസമല്ല, നല്ല വ്യത്യാസമുള്ള സ്ഥലങ്ങളുണ്ട്. ചരിത്രം അറിയണമെങ്കിൽ അഹമ്മദാബാദിലെ പഴയ നഗരം തന്നെ കാണണം. ആധുനിക നഗര വികസനം അനുഭവിക്കണമെങ്കിൽ ഗാന്ധിനഗറിലോട്ട് പോകണം. അവിടുത്തെ സിറ്റി, ഗോദ്രേജ് സിറ്റി, അതിപ്പോൾ തന്നെ ഇന്ത്യ എങ്ങും ചർച്ചാ വിഷയം, ലോകത്തിൽ തന്നെ ഒരു ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന സിറ്റിയാണ്. ഒരു വശത്ത് 600 വർഷം പഴക്കമുള്ള പൈതൃകം, മറ്റൊരു വശത്ത് ലോകാന്തര നഗരാസൂത്രണം, ഇരുവരും ചേർന്നാണ് ഗുജറാത്തിൻ്റെ യഥാർത്ഥ സൗന്ദര്യം.
600 വർഷത്തിലേറെ പഴക്കമുള്ള ഈ നഗരത്തിൽ 2017 യുനെസ്കോയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വേൾഡ് ഹെറിറ്റേജ് സിറ്റി എന്ന അംഗീകാരം നേടിയത്. ഇവിടുത്തെ ഇടുങ്ങിയ വഴികളും പോൾ എന്നറിയപ്പെടുന്ന പരമ്പരാഗത താമസ മേഖലകളും ഇന്നും പഴയകാല ജീവിതത്തെ സാക്ഷികളാകുന്നതാണ്. ഓരോ പോളിനും സ്വന്തം ക്ഷേത്രം, ജന്മമന്ദിരം, പള്ളികൾ, പക്ഷികൾക്ക് തീറ്റ കൊടുക്കാനുള്ള സ്ഥലങ്ങൾ, അതുപോലെ തന്നെ പൊതു കിണറുകൾ എന്നിവയെല്ലാം ഉണ്ട്. ഇവിടെ നടക്കുമ്പോൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രത്തിലേക്കാണ് നമ്മൾ കാണുന്നതെന്ന് തോന്നുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.